വനിതകളടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഏതാണ്ട് 10ലധികം ആളുകളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത പോലീസ് വാഹനത്തിനുള്ളിൽ കയറ്റിയിട്ടുണ്ട്. അവരെ പോലീസ് വാഹനം മുന്നോട്ട് പോകുന്നത് പോലീസ് വാഹനം പ്രവർത്തകർ ഈ പോലീസ് വാഹനത്തിന് മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും. അവർ പോലീസ് വാഹനത്തിന്റെ മുന്നിൽ കയറി നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ കൊടി പോലീസ് വാഹനത്തിന് മുകളിൽ കെട്ടി പ്രവർത്തകർ പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന് ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വലിയ തോതിലുള്ള പ്രതിഷേധം. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെ പോലീസ് പ്രവർത്തകർ ഇപ്പോഴുള്ളത്. പോലീസ് അവരെ വാഹനത്തിന് മുന്നിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിജിൻ മോഹന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകുന്ന പോലീസ് വാഹനത്തിന് മുന്നിൽ കയറി നിന്ന് വാഹനത്തിന് മുന്നിൽ കയറി നിന്ന് മുകളിൽ കയറി നിന്ന് ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവരെ പോലീസ് അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റിയാൽ മാത്രമേ ഈ പോലീസ് വാഹനത്തിലെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. പോലീസ് വാഹനം എന്തായാലും മുന്നോട്ടെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ തോതിൽ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ പ്രവർത്തകർ പലയിടങ്ങളിലായി ഈ പ്രതിഷേധം പലയിടങ്ങളിലേക്കായി വ്യാപിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു വിഭാഗം പ്രവർത്തകർ പോലീസ് ഈ നേഴ്സിംഗ് സ്കൂളിന് അകത്ത് പ്രതിഷേധിക്കുന്നു. കുറെ ആളുകൾ പുറത്ത് പ്രതിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബലമായി തന്നെ വാഹനത്തിൽ കയറ്റി അവിടെ നിന്ന് പോലീസ് വാഹനത്തിൽ കയറ്റി ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. പ്രവർത്തകരുടെ പ്രതിഷേധം വകവയ്ക്കാതെ തന്നെ പോലീസ് വാഹനത്തിൽ കയറ്റി അവരെ ഉള്ളിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള അറസ്റ്റിലാവാത്ത മറ്റു പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും നിയമ ഓഫീസിന് മുന്നിലേക്ക് എത്തി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. അവരെ പോലീസ് തടയുന്നുണ്ട്. ഇതിനകത്തേക്ക് നിരവധി പ്രവർത്തകർ കയറിയിരുന്നു. അതിൽ ഭൂരിഭാഗം പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ബാക്കിയുള്ള പ്രവർത്തകർ ഇപ്പോ ഈ നിയമ ഓഫീസിന് മുന്നിൽ എത്തിയിരുന്ന് ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. തളിപ്പറമ്പ് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെയാണ് തലയ്ക്ക് മാരകമായി പരിക്കേൽപ്പിക്കുന്നത്. ഇതിന് മാത്രം എന്താണ് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത്? കൊണ്ടുപോകാൻ പോലീസ് വണ്ടി കൊണ്ടുവരില്ല. ഒരു പ്രവർത്തകനെ പരിക്ക് പറ്റുമ്പോൾ ഇവിടെ ആശുപത്രി കൊണ്ടുവന്നതിനേക്കാളും തിരക്ക് അവർക്ക് അറസ്റ്റ് ചെയ്യാനാണ്. എന്തൊരു മര്യാദയാണ് പോലീസ് കാണിക്കുന്നത്? തലവല്ലി പൊളിക്കാൻ ചെയ്തിട്ട് മുഖ്യമന്ത്രി
കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് അക്രമാസക്തമാകുന്നു. പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നു. പരിക്കേറ്റ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനെതിരെയാണ് മറ്റ് പ്രവർത്തകരുടെ പ്രതിഷേധം. എന്തായാലും സംഘർഷാവസ്ഥ ഇപ്പോഴും പൂർണ്ണമായും അയഞ്ഞിട്ടില്ല. മറ്റു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പ്രവർത്തകർക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഒരേ സമയം വിവിധ ജില്ലകളിലായി ഇപ്പോൾ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും മാർച്ച് അക്രമാസക്തമായിട്ടുണ്ട്. കണ്ണൂരിലാണ് കാര്യമായ സംഘർഷമുണ്ടായത്. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നു. തുടർന്നും പിരിഞ്ഞു പോകാത്ത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു. പോരെ കണ്ണൂരിൽ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും സമരപരിപാടിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്.